ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറയേണ്ട. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവാത്തൊരു കാര്യം, എന്തുകൊണ്ട് ആൾക്കാർ ഇതുവരെയായിട്ട് കമൻറ്റ് ചെയ്യാത്ത എന്നുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെ സൈഡിൽ നിന്ന് ഒരു 25 ലൈക്കെങ്കിലും നിങ്ങളെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഗായ്സ്, അപ്പോൾ നമുക്ക് ടെക് ന്യൂസിലേക്ക് കിടക്കില്ല. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് ഷിയോമിന്റെ സൈഡിൽ നിന്ന്. ഷിയോമി 2 പുതിയ അഡാർ സ്മാർട്ട് ഫോൺ, ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ഈ മാസം വരാൻ പോകുന്നുണ്ട്. ഷിയോമിന്റെ 14T Pro ആണ് വരാൻ പോകുന്നത്. രണ്ടിലും വലിയൊരു മേജർ ഡിഫറൻസസ് ഒന്നും പറയാനില്ല. റെൻഡേഴ്സൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്. വലിയ 2 മേജർ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. അതും ചിപ്പ് സെറ്റിലും പിന്നെ ചാർജിങ് സ്പീഡിലും മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള കാര്യത്തിലൊന്നും വലിയൊരു മാറ്റമൊന്നുമില്ല. ക്യാമറ സെൻസറൊക്കെ സെയിം ക്വാളിറ്റി തന്നെ കൊടുത്തിട്ടുള്ളത്. 1 ഇഞ്ചിൻ്റെ 1/113 ഇഞ്ച് ക്യാമറ സെൻസറാണ്. അതും ലൈക്കൻ്റെ ഫ്യൂഷൻ 900 പ്രീവിയസ്, അതായത് അവരുടെ ഷിയോമിൻ്റെ 14 ചെറിയ സ്ക്രീൻ സൈസുള്ള അതിൻ്റെ അതേ ക്യാമറ സെൻസറാണ് ഈ 14Tനും 14T Proനും കൊടുത്തിട്ടുള്ളത്. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റ്, പിന്നെ ആമോലെഡ് സ്ക്രീന്, പിന്നെ 5000 mAh ബാറ്ററി ബാക്കപ്പാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിനും സെയിം ബാറ്ററി ബാക്കപ്പാണ്. ലേറ്റർ ഓൺ എന്താണ് അതിൽ മാറ്റം വരാൻ പോകുന്നത് ലാസ്റ്റിലേക്ക് പറയാം. ഇപ്പോൾ ഏതായാലും നിലവിൽ ഇപ്പോഴത്തെ കറൻറ്റ് സ്പെക്കിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ അവരിതിൽ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് രണ്ടിലും സപ്പോർട്ട് ചെയ്യും. 14Tയിലും 14T Proയിലും സപ്പോർട്ട് ചെയ്യും. പിന്നെ ആമോലെഡ് സ്ക്രീനാണ്, അത് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ 4000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് മൊത്തത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1600 mAhൻ്റെ HBM നിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും വർണ്ണിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ രണ്ടിലും വ്യത്യാസം വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14Tയിൽ ഡിമെൻസിറ്റിൻ്റെ 8300 അൾട്ര എന്ന് പറഞ്ഞ 3.3 ചിപ്പ് സെറ്റാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. 3.3 GHz ചിപ്പ് സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 14T Proയിലേക്ക് വരുമ്പോൾ 3.4 GHzൻ്റെ ചിപ്പ് സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 9300 പ്ലസ് എന്ന് പറഞ്ഞ ചിപ്പ് സെറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ചാർജിങ് സ്പീഡിലേക്ക് വരുമ്പോൾ 14T Proയിൽ ഇച്ചിരി അപ്പർ ഹാൻഡ് ഉണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. അതിൽ 120 വാട്ട്സിൻ്റെ ചാർജറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. എന്നാൽ 14Tയിലേക്ക് വരുമ്പോൾ അവർ 68 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡും 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജറുമാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരു ഇച്ചിരി മാറ്റം ഉണ്ട് എന്നല്ലാണ്ട് ബാക്കി നമുക്ക് ഇൻ ജനറലി കമ്പയർ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഡിമെൻസിറ്റി ചിപ്സെറ്റ് അബ്സല്യൂട്ട്ലി സൂപ്പർ ചിപ്സെറ്റാണ്. സ്നാപ്ഡ്രാഗനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നിലവിൽ ഒരു ടോപ്പ് ഓഫ് ദ നോച്ച് ചിപ്സെറ്റും കൂടെയാണ് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാസം ഇറങ്ങും. ഷറഫ് TG, ജംബോ, ലൂലു, കാരിഫോർ ഈ പറഞ്ഞ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലൊക്കെ ഇതിപ്പോൾ കിട്ടും. അവിടെ പോയിട്ട് മേടിക്കുക. അതിൻ്റെ റെൻഡേഴ്സൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്. പിന്നെ വേറൊരു അപ്ഡേറ്റും കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയോമിൻ്റെ 14T സീരീസ് മുതൽ ഇനി അവിടുത്തെ ഗൂഗിളിൻ്റെ സർക്കിൾ ടു സെർച്ച് അപ്ഡേറ്റും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു സാംസങ്ങിന് മാത്രമല്ല ഈ സർക്കിൾ ടു സെർച്ച് ഉള്ളത്, ഗൂഗിൾ പിക്സലിലും മാത്രമല്ല ഇനി അതും ഷിയോമിൻ്റെ 14T സീരീസിനും സർക്കിൾ ടു സെർച്ച് വരാൻ പോകുന്നുണ്ട്. സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഒരു പുതിയൊരു സ്മാർട്ട് ഫോണ് കഴിഞ്ഞ മാസം ഇറങ്ങിയതാണ്. പക്ഷേ ഈ മാസമാണ് ഞാൻ ഈ അപ്ഡേറ്റ് പറയാൻ പോകുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി S24 FE എന്ന് പറയുന്ന എഡിഷൻ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഫാൻ എഡിഷൻ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. അതും 8GB RAM ഒക്കെ വെച്ചിട്ടാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, 25 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡൊക്കെ വെച്ചിട്ടാണ് ഇറക്കുന്നത്. പിന്നെ 3.1 GHzൻ്റെ ചിപ്പ് സെറ്റാണ് അവരതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്പ് സെറ്റ് S24 FEയിൽ എക്സിനോസിൻ്റെ 2400E എന്ന് പറഞ്ഞ ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു ഹൈ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും എനിക്ക് തോന്നാത്തൊരു ചിപ്പ് സെറ്റാണ്. പിന്നെ ചാത്തനായിട്ടുള്ള ഒരു ചിപ്പ് സെറ്റും കൂടെയാണ് എക്സിനോസ്. എന്നാൽ പോലും പറയേണ്ടത് പറയണം. എടുക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ മണ്ടന്മാരൊക്കെ പോയിട്ട് ഈ ഒരു ഫോൺ എടുക്കും.
അതാണ് അതിൻ്റെ പരമസത്യം. പിന്നെ വേറൊരു അപ്ഡേറ്റ് കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാംസങ്ങിൻ്റെ AI ഫീച്ചേഴ്സ് 2025 മുതൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഉപ്പിട്ടിട്ട് കുലുക്കി നോക്കാം, വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വായലിട്ടിട്ട് ഇങ്ങനെ കൊപ്പിച്ച് കളിക്കാം. ആ ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിന് എടുക്കാം. അതായത് AI ഫീച്ചേഴ്സുകൾ, ചില AI ഫീച്ചറുകൾ സാംസങ്ങിൽ ഉള്ള AI ഫീച്ചറുകൾ അതിനെ പെയ്ഡാക്കാൻ പോവുകയാണ്. 2025 മുതൽ ആക്കുമെന്നാണ് സാംസങ് പറയുന്നത്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള അപ്ഡേറ്റ്സുകളൊക്കെ പെയ്ഡല്ല. 2024 ഡിസംബർ വരെ ആപ്ലിക്കേഷൻസ് AI ഫീച്ചേഴ്സുകൾ ഒന്നും പെയ്ഡല്ല. ഇനി 2025 മുതൽ ശല്യ AI ഫീച്ചറുകൾ അവർ പെയ്ഡാക്കാൻ പോവുകയാണ്. സാംസങ് ഇതുവരെ നിലവിൽ ഒരു മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ അവരുടെ ഇന്നോവേറ്റീവ് AIയിൽ കൂടെയായിരുന്നു അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു വർഷം അവർ റവല്യൂഷൻ ആക്കിയത് അവരുടെ AI ഫീച്ചറുകളാണ്. അത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിന് ഒരു തിരിച്ചടി, സാംസങ് യൂസേഴ്സിന് ഒരു തിരിച്ചടിയാവുമ്പോൾ 2025 AI ചില ഫീച്ചറുകൾ പെയ്ഡാക്കുമെന്ന്. എന്നാൽ ഇത് ഗൂഗിൾ പിക്സലിൽ പെയ്ഡല്ല, ഒട്ടും പെയ്ഡല്ല. ഗൂഗിളാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഗൂഗിൾ പിക്സൽ ഫോൺസിന് ഈ പറഞ്ഞ AI ഫീച്ചറുകളൊക്കെ ഫ്രീ ആണ്. എന്നാൽ ഇത് സാംസങ്ങിലേക്ക് വരുമ്പോൾ ഇതിന് പൈസ കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ യൂസേഴ്സ് മാറിക്കൊണ്ട് പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മീഡിയ ടെക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റും കൂടെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. മീഡിയ ടെക് ഈ മാസം തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഇറക്കിയിട്ടുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400 3 nm 5G ചിപ്സെറ്റിൻ്റെ ഒഫീഷ്യൽ AnTuTu സ്കോർ ബെഞ്ച് മാർക്ക് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഏറ്റവും നിലവിലെ ഏറ്റവും ടോപ്പസ്റ്റ് റാങ്കിങ് ചിപ്സെറ്റും കൂടിയാണ് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400. അതിൻ്റെ സ്കോർ 28,80,558 ഒഫീഷ്യൽ സ്കോർ ഇപ്പോൾ നിലവിൽ റാങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒപ്പോൻ്റെ Find X8 സീരീസിന് ഈ ചിപ്സെറ്റ് ഇറങ്ങും എന്നുള്ളത്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബാക്കിയുള്ള എല്ലാ ബ്രാൻഡുകളിലും എന്തായാലും ഇറങ്ങും. എന്നാൽ ഇപ്പോഴത്തെ ഒഫീഷ്യൽ സ്കോർ 28,80,558 ഇതിൻ്റെ സ്കോർ റാങ്കിങ് ഇട്ടിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിൽ ഇടാം. അടിപൊളി അട്ടാർ ഗെയിമിംഗ് ചിപ്സെറ്റാണ് എന്ന് പറയേണ്ട കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം നമ്പർ 1 റാങ്കിങ്ങിൽ ഇപ്പം നിൽക്കുന്നത് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400 എന്ന് പറഞ്ഞ ആ ചിപ്സെറ്റാണ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹുവാവിയും കാവ്യറും കൂടിയിട്ട് ഒരു വലിയൊരു ടൈപ്പ് നടത്തിയിട്ടുണ്ട്. ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുവാവിയും കാവ്യറും കൂടിയിട്ട് 24 ക്യാരറ്റിൻ്റെ ട്രിപ്പിൾ ഫോൾഡ് സ്മാർട്ട് ഫോൺ, അതായത് ഹുവാവിൻ്റെ XT എന്ന് പറയുന്ന ആ ട്രിപ്പിൾ ഫോൾഡ് $14,000 ഇറക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 24 ക്യാരറ്റ് ഗോൾഡ് വെച്ചിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു 1 മില്യൺ ഷിപ്മെൻറ്റ് ഓൾറെഡി നടത്തി കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഹുവാവിയും കാവ്യറും കൂടിയിട്ട് അവരുടെ ട്രിപ്പിൾ ഫോൾഡ് XTക്ക് $14,000 വിലയുള്ള സ്മാർട്ട് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. കയ്യിൽ കാൽക്കുലേറ്റർ നിങ്ങൾ കയ്യിൽ വെച്ചോ, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അന്താളിക്കാണ്ടിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിലവിൽ അതിൻ്റെ പ്രൈസ് ഇപ്പോൾ അറിഞ്ഞിടത്തോളം അവർ 12,000 ദിറംസാണ് അവർ ഈടാക്കുന്നത്. കിട്ടാനുമില്ല, ഒരുപാട് ആൾക്കാരെ റിക്വയർമെൻ്റ് ഒക്കെ വരുന്നുണ്ട് ഈ ട്രിപ്പിൾ ഫോൾഡ് ഹുവാവിൻ്റെ XT എന്ന് പറയുന്ന ഈ ഒരു ജയൻറ്റ് മൊബൈലിൽ. ബട്ട് അതിൻ്റെ ഇടയിൽ കാവ്യർ വന്നിട്ട് അവരുടെ 24 ക്യാരറ്റ് അതിമ പതിപ്പിച്ചിട്ട് $14,000 വിൽക്കാന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചിലേക്കാണ് ഹുവാവി പോകുന്നത്. ഒരുപാട് ആൾക്കാരും കിട്ടും.
ഇഷ്ടംപോലെ വലിയ വലിയ പണച്ചാക്കുകൾ ഇങ്ങനെ എറിയാണ് ഈ ഒരു ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് പണച്ചാക്കുകൾ അവരിതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാനും ഇത് ആരുടെ കയ്യിലെങ്കിലും എൻ്റെ കയ്യിലൊന്ന് കിട്ടിയിട്ട് ഒരു ദിവസം ഉപയോഗിക്കാൻ കിട്ടുകയാണെങ്കിൽ അത്രക്കും മഹാഭാഗ്യം. അപ്പം അതിൻ്റെ ഈ 444-ൻ്റെ ഫോട്ടോ ഞാനിതിൽ ഇട്ട് കാണിക്കാം. മേടിക്കാൻ ആഗ്രഹമുള്ളവർ മേടിക്കാം, അല്ലാത്തവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഹാൻഡ്സ് ഓൺ ഫീൽ ചെയ്തിട്ട് മേടിക്കാണ്ടിരിക്കും. അത് നിങ്ങളിഷ്ടം. പക്ഷെ അപ്ഡേറ്റ് പറയാം, അതിൻ്റെ ഉത്തരവാദിത്വം. OnePlusന്റെ ഒരു പുതിയ ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ഈ മാസം വരാൻ പോകുന്നുണ്ട്. OnePlusന്റെ 13 എന്ന് പറയുന്ന ആ സ്മാർട്ട് ഫോണിൻ്റെ ലീക്ഡ് ഇമേജസ് റിലീസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ പ്രീവിയസ് സക്സസറായ OnePlus 12ൻ്റെ മോഡലിനെ കട്ട് വലിയ സ്ക്രീൻ സൈസാണ് ഇപ്രാവശ്യം ഇറക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം അത് 6.82 Quad HD പ്ലസിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഈ OnePlus 13 പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോയ് 2X എന്ന് പറയുന്ന പുതിയ സെക്കൻഡ് ജനറേഷൻ ഡിസ്പ്ലേ ആണ് OnePlus 13 ഇറങ്ങാൻ പോകുന്നത്. 6000 mAh ബാറ്ററി. മുന്നത്തെ OnePlus 12ന് 5000 mAh ബാറ്ററിയാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം 3 കാര്യത്തിൽ OnePlus 13 മുന്നോട്ടാണ് കുതിക്കുന്നത്. ഒന്ന് ബാറ്ററി, അതായത് 6000 mAh ബാറ്ററി. പിന്നെ സ്ക്രീൻ സൈസ് വലിപ്പം കൂട്ടിയിട്ടുണ്ട്. 6.82 ഇഞ്ചിൻ്റെ Quad HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഇറങ്ങാൻ പോകുന്നത്. മൂന്നാമത്തത് ബോയിൻ്റെ 2X സെക്കൻഡ് ജനറേഷൻ ഹൈ ക്വാളിറ്റി, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 30% ഹൈ പെർഫോമൻസ് ഉള്ള ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇപ്രാവശ്യം OnePlus 13 ഇറക്കാൻ പോകുന്നത്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റം, HDR10+ ഒക്കെ അതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ചാർജിങ് സ്പീഡ് ഒരു നിഗമനം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 100 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡ് വെച്ചിട്ടായിരിക്കും ഇത് ഇറങ്ങുക. പിന്നെ ആൻഡ്രോയിഡിൻ്റെ 15ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുക. ഒരു 13, 14, 15, 16, 17 ഒരു 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും ഈ OnePlusന്റെ 13 എന്ന് പറയുന്ന ഈ ഒരു ഫോണിന് വരും. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 4 ആണ് ചിപ്സെറ്റ് വരാൻ പോകുന്നത്. ക്ലോക്കിംഗ് സ്പീഡ് അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. 4.2 GHz പെർഫോമൻസിൻ്റെ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 16 GB റാമും 512 GB സ്റ്റോറേജും UFS 4.0 ആണ് വരാൻ പോകുന്നത്. പിന്നെ LPDDR5Xൻ്റെ റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും 16 GB റാമാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഇപ്പോഴത്തെ നിലവിൽ ഒരു കില്ലർ ഫ്ലാഗ്ഷിപ്പായിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു നിഗമനം. സാംസങ് വെയിറ്റ് ചെയ്യണ S25 അൾട്രയിൽ എന്തായിരിക്കും എന്നുള്ളത്. അതേപോലെ നമുക്ക് ഇപ്പം നിലവിൽ ഏറ്റവും ടോപ്പസ്റ്റ് ചിപ്സെറ്റ് ഇപ്പം നിലവിൽ OnePlusന്റെ ഈ 13 മോഡൽ ഇപ്പം കറൻ്റ് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ടോപ്പ് ഓഫ് ദ ലൈനായിട്ട് മാറും. ഇനി പതുക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ബാക്കിയുള്ളവർ എന്ത് കൊണ്ടുവരും എന്നുള്ളത്. ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷ. റിയൽമി ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ വീണ്ടും കൊണ്ടുവരാൻ പോകുന്നുണ്ട്. റിയൽമിയുടെ GT7 Pro എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇറങ്ങാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്രാവശ്യം റിയൽമിയുടെ GT6 Proനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തിരുന്നു. പക്ഷെ അതിനെക്കാട്ടും ടോപ്പ് ഓഫ് ദ ലൈനുള്ള ഒരു സ്മാർട്ട് ഫോണും കൂടിയാണ് റിയൽമിയുടെ GT7 Pro. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ അവർ യൂസ് ചെയ്യുന്നത് ബോയ് 2X എന്ന് പറയുന്ന ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യണത്. അതായത് OnePlus 13ൻ്റെ അതേ സെയിം ഡിസ്പ്ലേ, 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, 6.7ൻ്റെ AMOLED സ്ക്രീന്, അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ്, LTPO അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ്. അതായത് 1 Hz to 120 Hz നമുക്ക് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 6000 mAh ബാറ്ററി, 16 GB റാം, 512 GB സ്റ്റോറേജ്, UFS 4.0 ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ LPDDR5Xൻ്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1.5Kൻ്റെ റെസൊല്യൂഷനും സപ്പോർട്ട് ചെയ്യും. HDR10+ൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരാൻ പോകുന്നത്. പിന്നെ IP68 അല്ലെങ്കിൽ 69 ആയിരിക്കും ഈ
റിയൽമിയുടെ GT7 പ്രോയിൽ ഇറങ്ങാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 4 ചിപ്സെറ്റാണ്. ക്ലോക്കിംഗ് സ്പീഡ് അപ്രോക്സിമേറ്റ്ലി ഒരു 4.1 to 4.3 വരെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് ഓരോ കമ്പനിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇവന്മാർ ക്ലോക്കിംഗ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ റിയൽമി GT7 പ്രോക്ക് 4.1 ആവാനും സാധ്യതയുണ്ട്. അത് ഒഫീഷ്യലായിട്ട് കമ്പനി റിവീൽ ചെയ്തിട്ടില്ല. അതിൻ്റെ ഫുൾ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ പറ്റൂ. പക്ഷെ ഇപ്പം നിലവിൽ എനിക്ക് കിട്ടിയ അറിവ് പ്രകാരം റിയൽമി GT7 പ്രോക്ക് 4.1 GHz ചിപ്സെറ്റും വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 4 ചിപ്സെറ്റാണ് വരുന്നത്. അപ്പോൾ ഇതൊരു കില്ലർ ഒരു കില്ലർ ഫ്ലാഗ്ഷിപ്പ് ഫോണാണത്. റേറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം. പിന്നെ 100 വാട്ട്സിൻ്റെ ചാർജർ ബോക്സിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ കേസ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഹൈ ക്വാളിറ്റി കേസ് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറിയൊന്നും പറ്റാത്ത രീതിയിലുള്ള നല്ല ഹൈ ക്വാളിറ്റി കൂടിയ കേസ് ആയിരിക്കും റിയൽമി GT7 പ്രോക്ക് കൊടുക്കാൻ സാധ്യത. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇത് ഓപ്പോൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണെങ്കിലും റിയൽമിക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉള്ള ഒരു കമ്പനി കൂടെയാണ്. ഇതൊരു 16 സ്പെക്ക് ഉള്ളൊരു ചിപ്സെറ്റാണ്. പക്ഷെ അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഇവർ പ്രൈസ് ഇടാൻ സാധ്യത ഒരു 50,000 രൂപ. നമ്മുടെ നാട്ടിൽ ദുബായിലാണെങ്കിൽ ഒരു 2,500 2,700 ആണെങ്കിലും റീസണബിൾ അഫോർഡബിളും ആണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഫ്ലാഗ്ഷിപ്പ് വലിയതിലേക്ക് വരുമ്പോൾ ഇതൊരു അഫോർഡബിൾ പ്രൈസായിട്ട് മാറാനാണ് സാധ്യത. അത് അല്ല, ഇത് 3,500-4,000 റുപ്യൊക്കെ ആണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കൊന്നില്ലെങ്കിൽ സാംസങ്ങിലേക്ക് പോവുക, അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുക റെഡ് മാജിക്കിലേക്ക് നീങ്ങാനും സാധ്യത ഞാൻ ആൾക്കാരോട് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ആസൂസിൻ്റെ ROG 8 മാറാനും ആൾക്കാർക്ക് പറ്റും. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ റിയൽമിയുടെ GT7 പ്രോ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് വേരിയൻറ്റിൽ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇതിൽ ഇടുന്നുണ്ട്. ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഇൻഫിനിക്സിൻ്റെ 50 ഹോട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ ഹോട്ട് 50 എന്ന് പറയുന്ന 4G നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോണാണ് വരാൻ പോകുന്നത്. ഇതൊരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോണും കൂടിയാണ്. ഹീലിയോന് G100 എന്ന് പറയുന്ന പുതിയ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത്. ക്ലോക്കിംഗ് സ്പീഡ് അപ്രോക്സിമേറ്റ്ലി ഒരു 2.2 GHz ചിപ്സെറ്റ് ആയിരിക്കും ഇത് ഇറങ്ങുന്നത്. പിന്നെ UFS 2.2 LPDDR4X റാം 8GB റാം ഒക്കെ വെച്ചിട്ടായിരിക്കും ഇത് ഇറങ്ങുക. പിന്നെ അത് മാത്രമല്ല, ഇത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൂടെ ഉണ്ട്. അത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു കാര്യം. ഈ ഹോട്ട് 50 എന്ന് പറയുന്ന ഈ ഒരു സീരീസ് മോഡല് പിന്നെ IPS LCD ഫുൾ HD+ ഡിസ്പ്ലേ റെസൊല്യൂഷനാണ് വരാൻ പോകുന്നത്. 5000 mAh ബാറ്ററി, ചാർജിങ് സ്പീഡ് ഒരു അപ്രോക്സിമേറ്റ്ലി 33 വാട്ട്സ് പ്രതീക്ഷിക്കാം. ഇൻഫിനിക്സ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 45ലേക്കും കൂടാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 33 ആവാനും സാധ്യതയുണ്ട്. ഇതൊരു എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ പറയുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കാണ്ടിരിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയും കൂടെ പറയാനൊന്നുമില്ല ഇതിൽ. അതായത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഈ ഒരു ഹോട്ട് 50 മോഡൽ തന്നെ അവർ 5G നെറ്റ്വർക്കിലും ഇറക്കാൻ സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് 5G നെറ്റ്വർക്ക് വെച്ച് ഇറക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു അഫോർഡബിൾ സ്മാർട്ട് ഫോണാണ്. പിന്നെ വേറെ കാര്യം ഇവിടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിക്സ് ഇപ്പോൾ നിലവിലൊരു ചെറിയൊരു ബ്രാൻഡും കൂടെ അല്ല. അവർ നല്ല രീതിയിലുള്ള അടിപൊളി സ്മാർട്ട് ഫോൺസുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അവർക്കാണ് അവർ വേൾഡിൽ ഫസ്റ്റ് ബൈപ്പാസ് ചാർജിങ് ഒക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അവർ. ആ കമ്പനിക്ക് ഇപ്പോൾ നിലവിൽ നല്ല ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഉണ്ടാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. വരട്ടെ. ഇപ്പോൾ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലാണ് ഇപ്പോൾ അവരുടെ മെയിൻ ഫോക്കസ്. ഇൻഫിനിക്സുകാരോട് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിലവിലും ഒരു ഫ്ലാഗ്ഷിപ്പ് സീരീസിലേക്കുള്ള ചിപ്സെറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാനുള്ളത്. കേട്ടാൽ നിങ്ങളുടെ ഭാഗ്യം, കേട്ടില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, ഒരു ചുക്കില്ല. അപ്പോൾ ഇത് അപ്ഡേറ്റ് പറഞ്ഞത് മാത്രം. പോയിട്ട് ഫോട്ടോ കാണാം, ഇഷ്ടപ്പെടാം, നല്ല പ്രൈസാണ് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ പോയിട്ട് എടുക്കാം. ഈ മാസം 16 ഫ്ലാഗ്ഷിപ്പ് കമ്പനികൾ
അഡാർ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതിൽ ആദ്യത്തെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോമി 15 സീരീസ് ഒക്ടോബർ 20 ഇറക്കാൻ പോകുന്നുണ്ട്. വിവോൻ്റെ X200 സീരീസ് ഒക്ടോബർ 14 ഇറങ്ങാൻ പോകുന്നുണ്ട്. ഹോണറിൻ്റെ മാജിക് 7 പ്രോ എന്ന് പറയുന്ന ആ സീരീസ് ഒക്ടോബർ 30 ഇറങ്ങാൻ പോകുന്നത്. ഇനി ചിപ്സെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയോമിൻ്റെ 15 സീരീസിന് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടായിരിക്കും ഇറക്കാം. ഇനി ഹോണറിൻ്റെ മാജിക് 7 പ്രോ സീരീസിനും സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 4 ആയിരിക്കും ഇറക്കാം. ഇനി ഇവിടെ അട്ടർ കോമഡി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി ആണെന്ന് നിങ്ങൾ കരുതിയില്ലെങ്കിലും യാതൊരു രീതിയിൽ ചുക്കൂല. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവോൻ്റെ X200 സീരീസിന് ഒന്നില്ലെങ്കിൽ ഇവർ സ്നാപ്ഡ്രാഗൺ 8 Gen 4 ഇറക്കും, അല്ലെങ്കിൽ ഡിമെൻസിറ്റി 9400 ഇറക്കും. പക്ഷേ ഈ ഒരു ഫോണ് X200 പ്രോ എന്ന് പറയുന്ന ഈ സീരീസ് 200 പ്രോ സീരീസും UAE റീജിയനിൽ വിവോ മാനേജ്മെൻറ്റ് കൊണ്ടുവരില്ല. ഒരൊറ്റ കാര്യം പറയണം, അതവർ കൊണ്ടുവരില്ല. അവർക്കത് വേണ്ട. ഇവിടുത്തെ മാനേജ്മെൻറ്റിന് അതിൻ്റെ യാതൊരു രീതിയിൽ അതിനാവശ്യമില്ല. അതിന് പകരം അവർ വിവോൻ്റെ V50 സീരീസ് കൊണ്ടുവരും. അതാണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ പ്ലാനിങ് അങ്ങനെയാണ്. അവർക്ക് അതിൽ നിന്ന് എന്താണ് വിവോൻ്റെ V40 15 കിട്ടുന്ന എന്താണ് ലാഭം, അത് വെച്ചിട്ട് അവർക്ക് ജീവിച്ചാൽ മതി. അവർക്ക് യാതൊരു രീതിയിലും താല്പര്യമില്ല. അവരുടെ വിവോൻ്റെ X200 സീരീസ് കൊണ്ടുവരാനുള്ള യാതൊരു രീതിയിലും താല്പര്യമില്ല. പക്ഷേ ഹോണറിൻ്റെ മാജിക് 7 പ്രോനും ഷോമിൻ്റെ 15 സീരീസിനും അങ്ങനല്ല. ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഭയങ്കര ടഫർ കോമ്പറ്റീഷൻ ആക്കാൻ വേണ്ടി ഈ 2 സീരീസുകളും ഞാൻ ഈ പറഞ്ഞ 2 സീരീസുകളും ഇവിടെ കൊണ്ടുവരും. പക്ഷേ വിവോൻ്റെ മാനേജ്മെൻറ്റ് ഇവിടെ UAEയിൽ X200 സീരീസ് കൊണ്ടുവരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നെല്ലിക്ക കഴിച്ചിട്ട് ആദ്യം ഒന്ന് കഴിക്കും പിന്നെ മതിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വിവോൻ്റെ X200 സീരീസ് ഡിമെൻസിറ്റിനെ 9400 എന്ന് പറയുന്ന ചിപ്സെറ്റിലേക്കും ആയിരിക്കും ഇന്ത്യയിൽ കൊണ്ടുവരാം. അപ്പോൾ ഇന്ത്യയിൽ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതും കാൽസീസിൻ്റെ ലെൻസാണ് വെച്ചിട്ടാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാം എന്തെങ്കിലും ഒരു അപ്ഗ്രേഡബിൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോയിട്ട് മേടിച്ചു, കണ്ണും പൂട്ടി ഒന്നും നോക്കണ്ട, പോയിട്ട് മേടിച്ചു. ഇനി അതല്ല നിങ്ങൾക്ക് ഷിയോമിൻ്റെ 15 സീരീസിൽ എന്തെങ്കിലും വേറെ വല്ല അപ്ഗ്രേഡബിൾ മാറ്റം 14 പ്രോ 14 അൾട്രനെ കമ്പയർ ചെയ്യാനുണ്ടെങ്കിൽ 15 സീരീസിലേക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഒരിക്കലും മാജിക് 7 പ്രോയിലേക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയൊരു അപ്ഗ്രേഡ് ഉണ്ടാവും എന്നൊന്നും എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഞാനത് ഓപ്റ്റ് ചെയ്യാനും ഞാൻ പറയുന്നില്ല. അതിന് പകരം ഒന്നില്ലെങ്കിൽ ഷിയോമിൻ്റെ 15 സീരീസിലേക്ക് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിവോൻ്റെ X200 സീരീസിലേക്കും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇതെൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. പറയേണ്ടത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മോട്ടോൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പുതിയ ന്യൂസ് അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടും ഡിസൈനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഐഡൻറ്റിക്കൽ ട്വിന്നാണ്. ആദ്യത്തേത് മോട്ടോ G75 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡാണ് പറയാൻ പോകുന്നത്. ഈ ഒരു മോഡൽ ഇന്ത്യയിലും ഇറങ്ങും. ഇന്ത്യൻ വേരിയൻറ്റിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും ഒക്കെ വെച്ചിട്ട് കിട്ടും. അതൊരു നല്ലൊരു കാര്യമാണ് പറയുന്നത്. രണ്ടാമത് എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചിപ്സെറ്റിൻ്റെ കാര്യത്തിലാണ്. അതായത് സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് അബ്സല്യൂട്ട്ലി എ ഗിമിക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കളിയാക്ക എന്ന് വേണമെങ്കിൽ പറയാം. 6 Gen 1 വേഴ്സസ് 6 Gen 3 വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ ഒരു മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലായിട്ട്. ഇനി ക്ലോക്ക് സ്പീഡിൽ എന്തെങ്കിലും 0.1 വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും എനിക്കിതിൽ തോന്നിയിട്ടില്ല. പറയേണ്ടത് പറഞ്ഞേ പറ്റൂ. മോട്ടോറോള, നിങ്ങൾ ചിപ്സെറ്റ് മാറ്റി പിടിച്ചേ പറ്റൂ. അതാണ് പറയാനുള്ളത്.
സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ കൊടുന്നു, അത് നല്ലൊരു കാര്യം. അത് അപ്ഗ്രേഡബിൾ ചെയ്തു, അത് നല്ലൊരു കാര്യം. പക്ഷെ ചിപ്സെറ്റ് നിങ്ങൾ മാറ്റി പിടിച്ചേ പറ്റൂ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഡിമെൻസിറ്റി കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് 8200 അൾട്ര അല്ലെങ്കിൽ 7350 പോലത്തെ ചിപ്സെറ്റാണ് കൊടുന്നിരുന്നെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയേനും. പക്ഷേ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 3 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് എന്ത് കോണത്തിലാണോ നിങ്ങൾ ഉണ്ടാക്കിയതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് ഫാക്റ്റാണ്, ഫാക്റ്റ് പറഞ്ഞേ പറ്റൂ. പിന്നെ ഇത് 120 ഹേർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, പിന്നെ 6.78 ഫുൾ HD+ AMOLED സ്ക്രീന്, 120 ഹേർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, 5000 mAh ബാറ്ററി, 30 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡും കൊടുക്കുന്നുണ്ട്. പിന്നെ 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരൊറ്റ ഒരു കാര്യം ആ പ്രോസസ്സർ, അതാണ് നിങ്ങൾ ഹോളാക്കിയത്. എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ 6 Gen 3 കൊടുന്നു എന്നുള്ളത് എനിക്കിതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നെ എതിര് പറയാനുണ്ടാവും, എതിര് പറഞ്ഞു. പക്ഷെ ഒരു ചുക്കുമില്ല, പറയേണ്ടത് ഞാൻ പറഞ്ഞു. മോട്ടറോളക്കാരിൻ്റെ എതിരെ എൻ്റെ കൊങ്ങക്കൊക്കെ പിടിക്കാൻ നോക്കും, പക്ഷെ അവർക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല. ഇതിൽ കമ്പനിക്കും ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ആൾക്കാരെ മൂക്കിന് പൊടിയിടാനും പിന്നെ കണ്ണിൽ പാറ്റിടാൻ വേണ്ടിയിട്ടും എന്താണ് ജനങ്ങളുടെ കണ്ണിൽ പാറ്റിട്ടിട്ട് പൈസ മേടിക്കുന്ന കമ്പനികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ആൾക്കാരെ പോക്കറ്റ് കീറിക്കുക എന്നുള്ളതാണല്ലോ കമ്പനികളുടെ ലക്ഷ്യം. സ്പെക്ക് പറഞ്ഞെന്ന് മാത്രം ഫോട്ടോ ഞാൻ ഇതിലിടുന്നുണ്ട്. രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്ക്പാഡ് എന്ന ഒരു പുതിയ ഒരു ഫോണ് വരാൻ പോകുന്നുണ്ട്. അതും ലെനോവോൻ്റെ അണ്ടറിൽ വരുന്നതാണ് മോട്ടറോള തിങ്ക്പാഡ് 25 എന്ന് പറയുന്ന ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. അതും 6.3 ഇഞ്ചിൻ്റെ POLED LTPO 120 ഹേർട്സ് റിഫ്രഷിംഗ് റേറ്റ് 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതും 1.5K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യും. അത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, അതൊന്നും പറയാനുള്ളത്. പിന്നെ ചാർജിങ് സ്പീഡ് 68 വാട്ട്സും വയർലെസ് ചാർജിങ് 15 വാട്ട്സിൻ്റെ ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇത് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300 2.5 GHz ക്ലോക്കിംഗ് സ്പീഡാണ് വരാൻ പോകുന്നത്. HDR10+, ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യും, ഡോൾബി വിഷനും ഒക്കെ വർക്ക് ചെയ്യും. അതൊരു വലിയൊരു ഹൈലൈറ്റാണ്. പിന്നെ ഇത് IP68 അല്ലെങ്കിൽ 69 ഇറങ്ങാം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് IP69 ഇറങ്ങാൻ സാധ്യത. പിന്നെ 1.5K റെസൊല്യൂഷനും സപ്പോർട്ട് ചെയ്യും. പിന്നെ സോണിയുടെ പുതിയ സെൻസറാണ് അവർ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോണിയുടെ LYT700C എന്ന് പറഞ്ഞ സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിസൈനൊക്കെ വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി H50 നിയോൻ്റെ ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ LPDDR4X റാം, UFS 2.2 സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇത് 12GB റാം, അല്ലെങ്കിൽ ഇത് 8GB റാമിലേക്കാണ് ഇറങ്ങാൻ സാധ്യത. ചിലപ്പോൾ ഇത് വേരിയൻ്റ് വരാൻ സാധ്യത എനിക്ക് തോന്നുന്നത് 512GB പിന്നെ 12GB റാമിലേക്കും ഇറക്കാൻ സാധ്യത. കാരണം ഇത് ഡിമെൻസിറ്റി 7300 ആണല്ലോ, അപ്പം അതുകൊണ്ട് അത് ഇറങ്ങാനാണ് സാധ്യത. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിൻ്റെ ബാക്ക് പാനൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസിൻ്റെ 7i എന്ന് പറയുന്ന പുതിയ ബാക്ക് പാനലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി, അതായത് ഗൊറില്ല ഗ്ലാസ് 6 അല്ലെങ്കിൽ 5 ഡ്യൂറബിലിറ്റി എന്തായാലും ഇതിൽ ഉണ്ടായിരിക്കും. എക്സാക്ട്ലി ഡിസൈന് വെച്ച് വരുമ്പോൾ H50 നിയോൻ്റെ അതേ ഡിസൈനും ഇച്ചിരി ഒരു എന്തോ പറയാം, നമുക്ക് ഒരു കാർബൺ ഫൈബർ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച ലെവലിലേക്കാണ് ഈ ഒരു ബാക്ക് പാനലിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് സ്റ്റീൽ ബോഡിയല്ല വരുന്നത്, ഇത് റിയലി ഒരു ഫൈബർ ബോഡിയാണ്. അതായത് ഇവർ പറയുന്നത് സ്റ്റീലിനെക്കാട്ടിയും ഹൈ ക്വാളിറ്റി ഉള്ള ബോഡിയാണ് ഈ ഒരു തിങ്ക്പാഡ് 25 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് വരാൻ പോകുന്നത്. അതായത് ഒരു അപ്രോക്സിമേറ്റ് ഒരു 50% മോർ സ്ട്രോങ്ങർ ദാൻ ദ സ്റ്റീൽ ബോഡി. അതായത് ഒരു ഫൈബർ, എന്തോ ഒരു ഫൈബറാണ് ഇതിൽ പേരിട്ടത്, അത് പറയാൻ കിട്ടുന്നില്ല. അത് പറയാൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ആ ഫൈബർ എന്ന് പറഞ്ഞത്. കാരണം 50%
സ്റ്റീലിനെ കാട്ടിയും ക്വാളിറ്റി കൂടിയാണ് ഇപ്പം നിലവിൽ ഫൈബർ. ഇപ്പം നിലവിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറോള ഫൈബറിലേക്കും മാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേട്ടത് മാത്രമല്ല കേട്ടതും കണ്ടതും. ബാക്കിയുള്ളവരും പതുക്കെ എല്ലാവരും ഫൈബറിലേക്ക് കൊണ്ടുവരും, സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ നിർത്തും എന്നാണ് പറയാനുള്ളത്. മേടിക്കാൻ താല്പര്യമുള്ളവർ പോയിട്ട് മേടിക്കാം. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും ഇവർ ഈ തിങ്ക് പാഡ് എന്ന് പറയുന്ന 25 മോഡലിന് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇനി ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂജി ഫിലിമിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന പുതിയ ഒരു ന്യൂസ് അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റൂമറും കൂടെയാണ്. ഇതിലൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വായിൽ ഉപ്പിട്ടിട്ട് വെള്ളം ഇട്ടിട്ട് കുലുക്കിയിട്ട് തുപ്പിക്കളയാം, അല്ലെങ്കിൽ നിങ്ങളിഷ്ടം ഏതാണ് നിങ്ങളിഷ്ടം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂജി ഫിലിമിൻ്റെ ഡയൽ ബട്ടൺസ് ഒക്കെ ഇനി നമുക്ക് എന്താ പറയുക, ആ ഡയൽ ബട്ടൺമേൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. നമുക്ക് എന്താണോ നമ്മൾ അപ്പർച്ചർ സെറ്റ് ചെയ്തത്, ഷട്ടർ സ്പീഡ് എന്താണ് സെറ്റ് ചെയ്തത്, എക്സ്പോഷർ കോമ്പൻസേഷൻ എന്താണ് സെറ്റ് ചെയ്തത്, അവിടെ അതിനൊരു സ്ക്രീൻ ഉണ്ടാവും. അത് ഡിജിറ്റലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ഇതൊരു കോൺസെപ്റ്റും കൂടിയാണ്. പക്ഷേ ഇത് ഫ്യൂജി ഫിലിം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഫ്യൂജി ഫിലിമിൻ്റെ റൂമറിൽ വന്ന ഒരു വെബ്സൈറ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഫ്യൂജി ഫിലിമാണ് യഥാർത്ഥത്തിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റാത്ത യാതൊരു രീതിയിലുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. അവരത് കൊണ്ടുവരികയും ചെയ്യും. പിന്നെ അവർ മിറർലെസ് സിസ്റ്റത്തിൽ തന്നെ അവർ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസൈൻ്റെ കാര്യത്തിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു കാര്യം കൂടെ ഫ്യൂജി ഫിലിമിനോട് പറയാനുണ്ട്. അത് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളായി മാറും നിങ്ങൾക്ക്. അതിൽ ഞാൻ ലാസ്റ്റ് പറയാം. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് ഫ്യൂജി ഫിലിമിൻ്റെ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റ് ആണ്. ഫ്യൂജി ഫിലിം ഇനി കേട്ടത് സത്യമാണോ അല്ലയോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതായത് ഫ്യൂജി ഫിലിം ക്രോപ്പ് സെൻസറിൽ നിന്ന് മാറിയിട്ട് ഫുൾ ഫ്രെയിം സെൻസറിലേക്ക് മാറാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഫ്യൂജി ഫിലിം ഇച്ചിരി ലാക്ക് ചെയ്യുന്നത് ഫുൾ ഫ്രെയിം സെൻസറിലാണ്. ക്വാളിറ്റി രണ്ടും സെയിം ആണെങ്കിൽ പോലും ISO റേഞ്ച്, അതായത് ISO 100 വരുമ്പോൾ ഫുൾ ഫ്രെയിം ടോപ്പ് ഓഫ് ദ ലെവലാണ്. ഇച്ചിരിയും കൂടെ ഡൈനാമിക് ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ബോക്കിൻ്റെ എഫക്ട്സിലേക്ക് വരുമ്പോൾ ക്രോപ്പ് സെൻസറിനെക്കാട്ടിയും എഫക്റ്റ് കൂടുതൽ ഫുൾ ഫ്രെയിം സെൻസറിലാണ്. മൂന്നാമത്തെ കാര്യത്തിൽ ഫ്രെയിമിംഗ് കവറേജ് വരുമ്പോൾ അബ്സല്യൂട്ട്ലി ഫുൾ ഫ്രെയിം 100% കവർ ചെയ്യുന്നുണ്ട്. ക്രോപ്പ് സെൻസർ 95% കവർ ചെയ്യുന്നുണ്ട്. ഞാനൊരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് ക്രോപ്പ് സെൻസറിൽ 95% കിട്ടുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ ക്യാമറ ബാക്കിലോട്ട് നീങ്ങിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഫുൾ ഫ്രെയിം ആകുമ്പോൾ നിന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഫ്രെയിം ഫുള്ള് കവറേജ് ചെയ്യും. ആ അൾട്രാ വൈഡ് ആംഗിൾ യൂസ് ചെയ്യുമ്പോൾ അതൊരു അബ്സല്യൂട്ട്ലി വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഫുൾ ഫ്രെയിമിൽ കിട്ടിയത്. പക്ഷെ അത് ക്രോപ്പ് സെൻസറിലേക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നോർമൽ സ്റ്റാൻഡേർഡ് ചെയ്യുമ്പോഴും അത് 95% ക്രോപ്പ് കിട്ടും. പിന്നെ ഒന്നിലേക്ക് നമ്മൾ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുകൾ മേടിക്കണം. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മേടിക്കുമ്പോൾ അതും ഇച്ചിരി എക്സ്പെൻസീവാണ്. മോർ ദാൻ 4000 above ആണ് ഫ്യൂജി ഫിലിമിന് ലെൻസുകൾ അൾട്രാ വൈഡ് ആംഗിൾ കൊടുക്കുന്നത്. ഫുൾ ഫ്രെയിം ബോഡിയിൽ ഒബ്വിയസ്ലി ലെൻസുകൾ ഭയങ്കര വില കൂടുതലാണ്. എന്നാൽ പോലും നമ്മൾ ദൂരെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഫുൾ ഫ്രെയിമിന്. ആ ഒരു പോരായ്മ എനിക്ക് ഫ്യൂജി ഫിലിമിന് തോന്നിയിട്ടുണ്ട്. അതിവർ പ്രാവശ്യം നികഴ്ത്തിയേ പറ്റൂ. ഇനി അത് ഫുൾ ഫ്രെയിം ലെൻസുകൾ കൊണ്ടുവരികയും വേണം. ഇനി അതേപോലെ ഫുൾ ഫ്രെയിം വൈഡ് ആംഗിൾ ലെൻസുകളും അതേപോലെ തന്നെ ഫ്യൂജിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ 500mm ലെൻസുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇനി 600 800mm ഫിക്സ്ഡ് ഫോക്കൽ ലെൻസുകളും കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് സന്തോഷപ്പെട്ട ഒരു വാർത്ത
വീണ്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂജി ഫിലിം ഫുൾ ഫ്രെയിം ബോഡി കൊണ്ടുവരും എന്നാണ് കേട്ടത്. ഇനി ലാസ്റ്റത്തെ അവരുടെ ഒരു പോരായ്മ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂജി ഫിലിം പ്ലീസ് നിങ്ങൾ ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം നല്ല രീതിയിൽ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നേ പറ്റൂ. എസ്പെഷ്യലി ഫോർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ഷൻ പാക്ഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്യൂജി ഫിലിമിലേക്ക് ചിന്തിക്കേണ്ട യാതൊരു രീതിയിലും കാര്യമില്ല. കാരണം ഇവിടെ അപ്പർ ഡോമിനൻ്റ് നിൽക്കുന്നത് സോണി, നിക്കോൺ, കാനോൺ. ഈ 3 കമ്പനികളും അവരുടെ ഐ ഓട്ടോ ഫോക്കസും അവരുടെ ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസും കോൺട്രാസ്റ്റും ഒക്കെ ടോപ്പ് ഓഫ് ദ ലൈനാണ്. ഫ്യൂജി ഫിലിം എത്രയോ പിന്നാക്കാണ് നിൽക്കുന്നത്. അതൊന്ന് ലെൻസിൻ്റെ ലൈനപ്പ് വളരെ പിന്നാക്കാണ്. സിമുലേഷനും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി പോർട്രേറ്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര സുഖമാണ് ഫ്യൂജിയിൽ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഒരു ആക്ഷൻ പാക്ഡ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ ഫ്യൂജി ഈസ് നോട്ട് അപ് ടു ദ മാർക്ക്. നിങ്ങളുടെ ഐ ഓട്ടോ ഫോക്കസും കോൺട്രാസ്റ്റും ഫേസ് ഡിറ്റക്ഷനും നോർമൽ ഓട്ടോ ഫോക്കസും പിന്നെ കണ്ടിന്യൂസ് ഓട്ടോ ഫോക്കസും ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലും കാര്യമില്ല. നിങ്ങൾക്ക് ഇവരെ മാർക്കറ്റ് പിടിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എങ്കിലും നിക്കോണിനെക്കാട്ടും കാനോണിനെക്കാട്ടും നല്ല അടിപൊളി ഓട്ടോ ഫോക്കസ് സിസ്റ്റം, ഞാൻ ഈ പറഞ്ഞ എല്ലാ ഓട്ടോ ഫോക്കസ് സിസ്റ്റം ഇതിൽ കൊണ്ടുവന്നേ പറ്റും. പുതിയ ഫുൾ ഫ്രെയിമിൽ നിങ്ങൾ കൊണ്ടുവരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് നിങ്ങൾ കേൾക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ റിഗ്രറ്റ് ഫോർ യു ആൻഡ് ഫോർ യുവർ കമ്പനി. നിങ്ങൾ കേൾക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. GFX-ലൊക്കെ 500 mm കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അവർ GFX-ലൊക്കെ 500 mm കൊടുക്കുന്നത്. അത് ഞാൻ നോക്കണില്ല, ഒക്കെ കല്ലിപ്പലി. പക്ഷെ ക്രോപ്പ് സെൻസറിലും ഫുൾ ഫ്രെയിം ബോഡിയിലും ഇനി നിങ്ങൾ 500 mm ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുണ്ട്. വിലയൊന്നും നമുക്കറിയില്ല. ഇനി നിങ്ങളത് 800 mm 1200 600 mm ലെൻസുകൾ നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറി ഇതിലുണ്ടായിരിക്കണം. അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും ഇതിൽ വേണമെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതുപോലത്തെ ഒരുപാട് പ്രാന്തന്മാർ, ഫ്യൂജി ഫിലിമിൻ്റെ പ്രാന്തന്മാർ പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ നിലവിൽ കേൾക്കുന്നില്ല. ഇനിയെങ്കിലും നിങ്ങൾ കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.